നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ട പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് വേണം? ഈ ടോളറൻസ് വേണം. അൺലെസ് അവർക്കതില്ല എങ്കിൽ എന്ത് സംഭവിക്കും? എൻട്രി ആപ്പിന്റെ എത്രയും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നമ്മളൊരു 4-5 മാസം എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമ്മളൊരു ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു സ്വപ്നമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നു തുടങ്ങിയിട്ട് ഏതാണ്ട് അത്രയും സമയമൊക്കെ ആയി കാണും. ഒന്നുമില്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്ത സമയം തൊട്ട് അത് നമ്മുടെ മാത്രമായ നമ്മുടെ ഒരു വളരെ സ്വകാര്യമായ ഒരു സ്വപ്നവും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മളിപ്പം അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനിൽ ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കും. നിങ്ങൾ വിചാരിക്കും എല്ലാ ദിവസവും ഞാൻ ഇത് തന്നെ വന്ന് പറയുമെന്ന്. പക്ഷെ ഞാൻ പറയും, പരീക്ഷ വരെയും ഞാൻ എടുത്തു പറയും. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു തീർന്നവർ അല്ലെങ്കിൽ ഒരുവിധം എല്ലാം ഒന്ന് കണ്ടു കഴിഞ്ഞവർ, കുറച്ച് എസ്സേസ് കണ്ടു, അത് കുറച്ച് ചെയ്തു, കുറച്ച് RCs കണ്ടു, 2 RC എങ്കിലും ചെയ്തു, കുറച്ച് പ്രിസി കണ്ടു, 3-4 എണ്ണമെങ്കിലും ചെയ്തവരെ സംബന്ധിച്ച് റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നന്നായിട്ട് റിവൈസ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം? നിങ്ങളുടെ തന്നെ നോട്ട് വേണം. അതും വളരെയധികം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്വന്തം നോട്ട് വെച്ചേ നിങ്ങൾ റിവൈസ് ചെയ്യാവൂ. നിങ്ങൾ ഇനി ആരുടെ എത്ര മിടുക്കരുടെ നോട്ട് വെച്ച് പഠിച്ചെന്ന് പറഞ്ഞാലും സ്വന്തമായി എഴുതി ഉണ്ടാക്കുന്ന നോട്ട്സ് നമ്മുടെ ബ്രെയിനിൽ നന്നായിട്ട് രജിസ്റ്റർ ചെയ്യും. അതുകൊണ്ട് തന്നെ മാക്സിമം നോട്ട്സ് ഉണ്ടാക്കി പോകാൻ ശ്രമിക്കുക, റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ ആ ഒരു പഠിത്തത്തിൻ്റെ ചൂടിൽ എസ്സേ മറക്കരുത്. 1-2 എസ്സേസ് നമ്മൾ അതുകൊണ്ട് തന്നെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഒരു സാൻഡ്വിച്ച് പോലെ തരുന്നുണ്ട്. അത്തരത്തിലൊരു എസ്സേ ആണ് ഇന്ത്യ ആൻഡ് ടോളറൻസ്. സമകാലീന പ്രസക്തി ഒരുപാടുള്ള വിഷയമാണ് എങ്കിൽ പോലും ബിക്കോസ് ഓഫ് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരാളുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ അവരൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ഈ വിഷയം. എങ്കിൽ പോലും ഇതിനെപ്പറ്റി നന്നായിട്ട് അറിഞ്ഞിരിക്കുന്നത് മറ്റു പല എസ്സേസും എഴുതാൻ നിങ്ങളെ സഹായിക്കും. അപ്പം ഇന്ത്യയും ടോളറൻസും എന്നാണ് വിഷയം. എന്താണ് ടോളറൻസ്? സഹിഷ്ണുത ആണ് ടോളറൻസ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സഹനമല്ല, സഫറിങ് അല്ല. നമ്മുടെ കാര്യങ്ങൾ വേറൊരാൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നതാണ് സഫറിങ്. പക്ഷേ സഹിഷ്ണുത അതാണോ? അല്ല. എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകിക്കൊണ്ട് എല്ലാ വാല്യൂസിനെയും എല്ലാ റിലീജിയനെയും എല്ലാ കാസ്റ്റിനെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് സഹവർത്തിത്വത്തോടെ ജീവിക്കുന്നതാണ് ടോളറൻസ്. ഇന്ത്യ ആൻഡ് ടോളറൻസ് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെ? അതിൽ ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രസന്റ് ടർമോയിൽസ് ഒരുപാട് പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് വി ആർ എ നേഷൻ ദാറ്റ് ഈസ് ആക്ച്വലി ഒരു നേഷൻ ആവാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വി ആർ ഫോക്കസിങ് ഓൺ 1 ലാംഗ്വേജ് 1 നേഷൻ, അതുപോലെ തന്നെ 1 ഇലക്ഷൻ 1 നേഷൻ തുടങ്ങിയ പല പോളിസീസും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിൽ നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അവിടെ ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഞാൻ പല എസ്സേയുടെയും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് കാണിക്കാൻ നമ്മൾ ഒരുപാട് ഓപ്പണിങ്സ് തന്നിട്ടുണ്ട്, ഒരുപാട് പാരഗ്രാഫ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്ത് എഴുതി തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരുപാട് കാസ്റ്റിൽ ഒരുപാടുണ്ട്, ക്രീഡിൽ ഒരുപാടുണ്ട്, കൾച്ചേഴ്സ് ഉള്ളൊരു രാജ്യമാണ്. അറ്റ് ദി സെയിം ടൈം പല ലാംഗ്വേജിൽ സംസാരിക്കുന്ന ഒരു നേഷനാണ്. ആൻഡ് അതുപോലെ തന്നെ പല റിലീജിയൻ ഉള്ളൊരു നേഷൻ. അപ്പം ഇത്തരത്തിൽ പല 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 ഡൈവേഴ്സിറ്റീസ് ഉള്ളൊരു രാജ്യം നിലനിൽക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ ടോളറൻസ് ബേസ് ചെയ്തായിരിക്കണം. ആരെയും വേദനിപ്പിക്കാതെ, ആരുടെയും സെന്റിമെന്റ്സിനെ ഇമോഷൻസിനെ ഹേർട്ട് ചെയ്യാതെ വേണം നമ്മളത് ചെയ്യാൻ. സോ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതണം. നിങ്ങൾ പ്രൈമറിലി ഇപ്പോഴത്തെ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി എഴുതാം. അതായത് നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്ന ഇഷ്യൂസ്, കാശ്മീർ ഇഷ്യൂ ആവട്ടെ, അതല്ലെങ്കിൽ മുസ്ലിം മൈനോറിറ്റിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, ഈവൻ നമ്മളിപ്പോൾ കണ്ട ഇലക്ഷനിലും അത് കണ്ടതാണ്. സോ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ്. പക്ഷേ എഴുതുമ്പം നിങ്ങൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് എഗനിസ്റ്റ് ആയിട്ട് എഴുതരുത്. അതിൻ്റെ കാരണം മേ ബി നിങ്ങൾ ആ പൊളിറ്റിക്കൽ പാർട്ടി പോലും അല്ലായിരിക്കും. പക്ഷെ നിങ്ങളുടെ റൈറ്റിങ് ഏതെങ്കിലും ഒരു പാർട്ടിയെ വിമർശിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടോ എന്ത് ചെയ്യരുത്? സൗണ്ട് ചെയ്യരുത്. ഓക്കെ ആണോ? അതായത് ബയസ്ഡ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും സൗണ്ട് ചെയ്യരുത്. ആ രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് ന്യൂട്രൽ ആയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. സോ അപ്ഡേറ്റഡ് ആയ വിഷയങ്ങളെ പറ്റി എഴുതാം. പിന്നീട് ഇന്ത്യയിൽ ഇപ്പം നടക്കുന്ന പല കോൺഫ്ലിക്റ്റും റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ്. ജാതി മതരാഷ്ട്രീയമാണ് ഇന്ത്യയിലുള്ളത് എന്ന് യു ക്യാൻ റൈറ്റ് ഇറ്റ് വിത്ത് ക്ലിയർ കട്ട് എവിഡൻസസ്. ഓക്കെ. അതുപോലെ തന്നെ യു ക്യാൻ ആഡ് ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടും നമ്മൾ കുറച്ച്
ടോളറൻസ് കാണിക്കേണ്ടതുണ്ട്. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ഹിന്ദി സ്പീക്കിംഗ് നേഷൻ ആവാനുള്ളൊരു ശ്രമത്തിലാണ്. അതിനെപ്പറ്റി നമ്മളൊരു എസ്സേ, സിംഗിൾ എസ്സേ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഓൾസോ റെഫർ ദാറ്റ്. നമ്മളിപ്പം ഒരു എസ്സേ ചെയ്യുമ്പം മറ്റു പല എസ്സേസിലോട്ടുള്ള ത്രെഡുകൾ ഇട്ടിട്ടാണ് അത് ചെയ്യുന്നത്. സോ ദാറ്റ് യു ക്യാൻ കണക്ട് ഈസിലി ഇൻ ദി എക്സാം ഹോൾ. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം. വൺ നേഷൻ വൺ ഇലക്ഷനെ പറ്റി ഞാനൊരു എസ്സേ ചെയ്തിട്ടുണ്ട് ആപ്പിൽ. സോ അത് അവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഫൈനലായിട്ട് വളരെ പാക്ക് ചെയ്തൊരു പ്രോഡക്റ്റ് ആയിരിക്കണം നിങ്ങളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ പരീക്ഷയ്ക്ക് പ്രസന്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ത്യ ആൻഡ് ടോളറൻസിനെ പറ്റി നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് തന്നെ ഡൈവേഴ്സ് ആയ കൾച്ചേഴ്സും ഇത്തരത്തിൽ പല ഡൈവേഴ്സ് എലമെന്റ്സ് ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ച് ടോളറൻസ് എന്ന് പറയുന്ന ആശയം ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വളരെ ആവശ്യമായൊരു സംഭവമാണ് ഈ ടോളറൻസ് എന്ന് പറയുന്ന കാര്യം. അത് നമുക്ക് കൂടിയേ തീരൂ. അതില്ലാതെ നമ്മുടെ നേഷനെ എക്സിസ്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. ഇപ്പൊ സ്വാതന്ത്ര്യാനന്തരം പല രാജ്യങ്ങളും വിചാരിച്ചത് ഇന്ത്യ തകർന്നു പോവും അല്ലെങ്കിൽ ഭിന്നിച്ചു പോകുമെന്നാണ്. ബിക്കോസ് ടോളറൻസിന്റെ ഒരു പാത്തിലൂടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തതുകൊണ്ടും അത്തരത്തിലൊരു ഗവേണൻസ് നമ്മൾ നടത്തിയതും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന സൂപ്പർ പവറായിട്ട് നിൽക്കുന്നത്. അതർവൈസ് നമ്മൾ എന്നേ നശിച്ചു പോയേനെ. സോ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എസ്സേയിൽ നിങ്ങൾ ആഡ് ചെയ്യണം. നമുക്ക് ആ എസ്സേയിൽ യൂസ് ചെയ്യേണ്ട മേജർ പോയിന്റ്സ് കാണാം. ഞാൻ പല നാഷണൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെയും സൈറ്റുകളിൽ നിന്നാണ് ഇതിലേക്ക് വേണ്ടുന്ന കണ്ടന്റ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ചെക്ക് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നോക്കാം. ആദ്യം ഈ എസ്സേ ഒരു മോഡൽ എസ്സേ എന്നുള്ള രീതിയിൽ ടോളറൻസ് എന്താണെന്ന് പറഞ്ഞാണ് എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ നമ്മുടെ ടോപ്പിക്കിലോട്ട് വരുന്നു. ഇന്ത്യയിൽ ടോളറൻസിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് പറ്റി വരുന്നു. അപ്പൊ ആ രീതിയിലാണ് ഇത് ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന നേഷനിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയെന്നുള്ളതാണ് പിന്നീട് നമ്മൾ നോക്കുന്നത്. സോ ദാറ്റ് വി ആർ ഗിവിംഗ് എ വെരി ഗുഡ് ഇൻട്രൊഡക്ഷൻ ഇൻഡീഡ്. Tolerance is a fundamental concept that promotes harmony. ഹാർമണി എന്ന് പറഞ്ഞാൽ ആ ഒരു ഒന്നിച്ചുള്ള ആ ഒരു സന്തോഷമൊക്കെയാണ്. സോ ടോളറൻസ് ഈസ് എ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ദാറ്റ് പ്രൊമോട്ട് ഹാർമണി, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ട് ഇൻ ഡൈവേഴ്സ് സൊസൈറ്റീസ്. പല സൊസൈറ്റികളിലെ ആ ഒന്നിച്ചുള്ള ആ ഒരു അവരെല്ലാം ഒന്നിച്ച് നിലനിൽക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തെയും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിനെയും ഒക്കെ റെസ്പെക്റ്റിനെയും മറ്റ് കൾച്ചറിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക, മറ്റുള്ള വാല്യൂസിനെയും നമ്മൾ ഉൾക്കൊള്ളുക. സോ അത്തരത്തിൽ ഒരു മ്യൂച്വലി ഒരു റെസ്പെക്റ്റ് ഉള്ള ഒരു സംഗതിയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ടോളറൻസ് എന്ന് പറയുന്നത്, സഹിഷ്ണുത എന്ന് പറയുന്നത്. It refers to accepting and valuing the differences in others. മറ്റുള്ളവരിലുള്ള വാല്യൂസും നമ്മളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള അവരുടെ വ്യൂ പോയിന്റ്സും ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നതിന് അർത്ഥമുണ്ട്. വെദർ ദേ ബി ഇൻ ടേംസ് ഓഫ് കൾച്ചർ, ബിലീഫ്സ്, ഒപ്പീനിയൻ ഓർ ബിഹേവിയേഴ്സ്. ഇതിൽ ഏത് തരത്തിലായാലും കൾച്ചറിൽ അവർ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ബിലീഫ്സിൽ അവർ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ഒപ്പീനിയൻസിൽ അവർ ഡിഫറെൻ്റ് ആയിരിക്കും, ചിലപ്പോൾ ബിഹേവിയേഴ്സിൽ അവർ നമ്മളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും, സ്വഭാവങ്ങളിൽ അല്ലെങ്കിൽ ആചാരങ്ങളിൽ. ഇപ്പം ഇന്ത്യ പോലൊരു സംസ്ഥാനം എടുത്താൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ മൾട്ടിപ്പിൾ മാരേജസ് നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അതില്ലാത്തതുണ്ട്. അത് ലീഗലായ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഇല്ലീഗലായ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ബീഫ് കഴിക്കുന്നത് ഈ ഡയറ്റിന്റെ ഭാഗമായ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, കേരളം പോലെ. അതല്ല, അതൊന്നും അത് ഇപ്പം തൊട്ട് തീണ്ടാത്ത അല്ലെങ്കിൽ അതൊരു സിന്നായിട്ട് കാണുന്ന സംസ്ഥാനങ്ങളുണ്ട്. ഗുജറാത്തിലെ പല പ്രദേശങ്ങളിലും അത് വലിയ പാപമാണ്. സോ പലതരത്തിലുള്ള ബിലീഫുള്ള ഒരു നേഷനാണ് നമ്മുടേത്. അല്ലെങ്കിൽ കൾച്ചർ, ഒപ്പീനിയൻ, ബിഹേവിയർ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിലൊക്കെ പല തരത്തിൽ ഇപ്പം ഈ ബാഡ് വേർഡ്സ്, സ്ലട്ട് വേർഡ്സ് യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ PhD ചെയ്തത് ആ ഒരു നോർത്ത് ഈസ്റ്റിലെ സ്ലട്ട് വേർഡ്സ്, ആ ചീത്ത ഭാഷകളിൽ. അത് പഠിക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ ചെന്ന് നിന്ന് താമസിച്ചാണ് PhD ചെയ്യുന്നത്. സോ അത് അവരുടെ ഒരു വേ ഓഫ് ലിവിങ് ആയ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, എന്നാൽ തീരെ യൂസ് ചെയ്യാത്തവരുണ്ട്. അപ്പം ബിഹേവിയേഴ്സിൽ പോലും പല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഉണ്ട്. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി ടോളറൻസ് എന്ന് പറഞ്ഞ് നമ്മൾ അവതരിപ്പിക്കുന്ന ആ ഒരു കാര്യം തന്നെ. ഇനി ഇന്ത്യയിലെ ടോളറൻസ് നിങ്ങൾ എപ്പോഴും അങ്ങനെ വേണം എഴുതാൻ. നിങ്ങളൊരു ടോപ്പിക്ക് കിട്ടുമ്പം ആ ടോപ്പിക്കിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ സ്റ്റക്ക് ആവരുത്, നിങ്ങൾ രണ്ടെടുത്തേക്കും. അതായത് ആ ഒരു ടോപ്പിക്കിൻ്റെ രണ്ട് ആസ്പെക്റ്റിനെ പറ്റിയും നിങ്ങൾ എഴുതണം. അങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ പോകേണ്ടത്. ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി ആൻഡ് ടോളറൻസ് ഈസ് ഫണ്ടമെന്റൽ ടു മെയിൻറ്റെയിനിങ് റിലീജിയസ് ഹാർമണി. ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സെക്യുലർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. ആൻഡ് ഇവിടെ ടോളറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഇറ്റ് ഇനേബിൾസ് പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് ഫെയ്ത്ത് ടു പ്രാക്ടീസ് ദെയർ ബിലീഫ്സ് ഫ്രീലി. സ്വതന്ത്രമായിട്ട് സമാധാനത്തോടു കൂടി തങ്ങളുടെ മതവിശ്വാസങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കമ്മ്യൂണിറ്റിക്കും അവസരം കൊടുക്കണം.
ഫോസ്റ്ററിങ് എ സ്പിരിറ്റ് ഓഫ് കോ എക്സിസ്റ്റൻസ്, സഹവർത്തിത്വമാണ്. ഈ വേർഡ്സിനൊക്കെ മാർക്ക് കിട്ടും കേട്ടോ. കോ എക്സിസ്റ്റൻസ്, ഒരു സഹവർത്തിത്വമാണ് നമ്മൾ ശരിക്കും. അതായത് നമുക്കും എക്സിസ്റ്റ് ചെയ്യണം, നമ്മളിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയ ഒരാൾക്കും എക്സിസ്റ്റ് ചെയ്യണം. സോ കോ എക്സിസ്റ്റൻസ്, അതൊക്കെയാണ് ടോളറൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് പറയുന്നത്. ഈ കോ എക്സിസ്റ്റൻസിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് ശരിക്കും കയറും, അതായത് ശരിക്കും ഇവിടെ മാർക്ക് വീഴുന്ന കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ഇപ്പോൾ ഒരു ടേമുമായിട്ട് റിലേറ്റ് ചെയ്ത കുറേ കീവേഡ്സ് കാണും, അത് മാക്സിമം നിങ്ങളുടെ എസ്സേയിൽ പാക്ക് ചെയ്യാൻ ശ്രമിക്കുക. സോ കോ എക്സിസ്റ്റൻസ് ഉണ്ട് ആൻഡ് മ്യൂച്വൽ റെസ്പെക്ട് എമംഗ് വേരിയസ് റിലീജിയസ് കമ്മ്യൂണിറ്റീസ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സബ്ജക്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇനി നമ്മുടെ പൊളിറ്റിക്കൽ ടോളറൻസിലോട്ട് വരാം. രാഷ്ട്രീയപരമായ ഒരു സഹിഷ്ണുത ആവശ്യമുണ്ട്. അതായത് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കാൻ വേണ്ട പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിന് എന്ത് വേണം? ഈ ടോളറൻസ് വേണം. അൺലെസ് അവർക്കതില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് തന്നെ തകിടം മറിയും. ബിക്കോസ് ദേ ആർ ഫ്രെയിമിംഗ് ദി ലോസ്. അവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അവരുടെ നിയമങ്ങൾ ഈസ് കംപ്ലീറ്റ്ലി അഗൻസ്റ്റ് അവർ ബിലീഫ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ സർവൈവ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ ഒരു മൈനോറിറ്റിയെയും വിഷമിപ്പിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കാത്ത തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലോസ് എല്ലാം ഫ്രെയിം ചെയ്യേണ്ടത്. Political tolerance is thus an ideal that holds the political referee should be impartial and unbiased. അവർ ഇംപാർഷ്യൽ ആയിരിക്കണം, അതുപോലെ തന്നെ അവർ ബയസ്ഡ് ആവാൻ പാടില്ല. The term toleration has been used since Locke. പണ്ട് ഫിലോസഫർ ആയിരുന്ന ലോക്കിന്റെ സമയം തൊട്ടേ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് എന്ത്? ഈ പറയുന്ന ടോളറേഷൻ എന്ന് പറയുന്നത്. In this political context to describe a principle of state neutrality. അപ്പം നമ്മളൊരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ബേസിക് പൊളിറ്റിക്കൽ ബിലീഫ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ന്യൂട്രാലിറ്റി ആയിരിക്കണം. അല്ലാതെ അതൊരു ക്രിസ്ത്യൻ ബിലീഫോ അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ അജണ്ടയോ അതല്ലെങ്കിൽ ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ബിലീഫോ ഒന്നും നമുക്കൊരു സ്റ്റേറ്റിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. എ സ്റ്റേറ്റ് ഷുഡ് ബി ന്യൂട്രൽ ഇൻ ഇറ്റ്സ് പൊളിറ്റിക്കൽ അല്ല, റിലീജിയസ് ബിലീഫ്സിൽ ഒരു സ്റ്റേറ്റ് നിർബന്ധമായിട്ടും എന്തായിരിക്കണം? ന്യൂട്രൽ ആയിരിക്കണം. ബിക്കോസ് വി ആർ നോട്ട് എ റിലീജിയസ് കൺട്രി. നമ്മൾ ആ പ്രോപ്പറായിട്ടൊരു നമ്മുടെ ഒരു കൺട്രിക്ക് സ്വന്തമായിട്ടൊരു റിലീജിയൻ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങും പറയുന്നില്ല. ഈവൻ ദോ ഇവിടെ ജീവിക്കുന്ന മെജോറിറ്റി ഒരു റിലീജിയൻ ആയിരിക്കും, പക്ഷേ അതല്ല ഇന്ത്യ പോലൊരു സെക്യുലർ ആയിട്ടുള്ള നേഷൻ്റെ നാഷണൽ റിലീജിയൻ എന്ന് പറയുന്നത്. സോ എ സ്റ്റേറ്റ് ഷുഡ് ബി ഓൾവേസ് ന്യൂട്രൽ ആയിരിക്കണം. ഒരു സ്റ്റേറ്റ് ന്യൂട്രാലിറ്റിയെ പറ്റിയും ലോക്കിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ടോളറൻസ് ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ് എംബ്രാസസ് ഡിഫറൻസസ്. അതെന്താ കെട്ടിപ്പിടിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് ഡിഫറൻസുകളെ, വ്യത്യസ്തതകളെ ആലിംഗനം ചെയ്യുന്ന ഒരു ആശയമാണ് എന്ത്? ടോളറൻസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ആക്ച്വലി എ വെരി ഗുഡ് ലൈൻ. Tolerance in the fullest sense embraces differences in the total spectrum of human life. ഹ്യൂമൻ ലൈഫിൽ എല്ലായിടത്തും, ഇപ്പം അതൊരു റിലീജിയസ് ബേസിൽ മാത്രമല്ല, ഹ്യൂമൻ ലൈഫിൻ്റെ എല്ലാ സ്പെക്ട്രത്തിലും സമസ്ത മേഖലകളിലും നമ്മൾ ഡിഫറൻസുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്ലേഷിക്കുന്നുണ്ട്. So this is a good line. Tolerance in the fullest sense embraces differences in the total spectrum of human life, language, dress, customs, food habits, morality, റിലീജിയൻ, ആർട്ട്, പൊളിറ്റിക്സ് ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ നമ്മൾ എന്തിനെ ആലിംഗനം ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ടോളറൻസിനെ. ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് ആഡ് ചെയ്ത് പറയട്ടെ. സ്പോർട്സിൽ എസ്പെഷ്യലി വെൻ പാകിസ്ഥാൻ വേഴ്സസ് ഇന്ത്യ വരുമ്പം നമുക്ക് ഭയങ്കര സ്പിരിറ്റാണ്. ആക്ച്വലി ദാറ്റ് ഈസ് സംതിങ്. നമ്മുടെ ഒരു നാഷണലിസവും ഒരു നാഷണലിസ്റ്റിക് പ്രൈഡും ഒക്കെ ആണ്. എങ്കിൽ പോലും നമ്മൾ പലയിടത്തും ടോളറൻസ് വിസിബിളി കാണിക്കാത്ത ഏരിയകളുണ്ട്. അതായത് നമ്മൾ ടോളറൻ്റ് അല്ല എന്ന് നമ്മൾ തന്നെ ലോകത്തോട് വിളിച്ചു പറയുന്നത്. ബിക്കോസ് ടെൻഷൻസ് ആർ ഇൻ എയർ. അങ്ങനത്തെ ഒരു മത്സരമൊക്കെ വരുമ്പം ടെൻഷൻസ് ഭയങ്കര കൂടുതലാണ്. സോ അവിടങ്ങളിലൊക്കെ നമുക്കൊരു ടോളറൻസ് വരേണ്ടതുണ്ട്. ദാറ്റ് യു ക്യാൻ ആഡ് സംവെയർ ഇൻ യുവർ എസ്സേ. വളരെ ന്യൂട്രലായിട്ട് ആഡ് ചെയ്താൽ മതി. സോ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞു. ഇൻട്രൊഡക്ഷൻ പാർട്ട് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. സോ അത്രയും നമ്മൾ നോക്കി. ഇനി കുറച്ച് കാര്യങ്ങൾ, ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻ പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാവാൻ ശ്രമിക്കുന്നു. വി ആർ ആക്ച്വലി ക്യാരിയിങ് സം ഹിന്ദുത്വ എലമെന്റ്സ് ഇൻ അവർ ബിലീവ്സ്, പൊളിറ്റിക്സ്, ഫുഡ്, ഈവൻ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇങ്ങനെ ഒന്ന് ഹിന്ദുത്വം ആവാൻ ശ്രമിക്കുന്നുണ്ട്. സോ
ആക്ച്വലി ഈ എസ്സേയിൽ നിങ്ങൾ അത് എഴുതിയേ പറ്റൂ. നിങ്ങൾ ഇനി ഏത് പൊളിറ്റിക്കൽ ബിലീഫ് ആണ് എങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രസന്റ് കണ്ടീഷൻ നിങ്ങൾ എഴുതേണ്ടി വരും. ആൻഡ് റിമെമ്പർ, നിങ്ങളിവിടെ ഒരുപാടങ്ങ് ആവേശം കാണിക്കാതിരിക്കുക, ജസ്റ്റ് പോയിന്റ്സ് എഴുതുക. ഒരു ഗവൺമെന്റിനെ മാത്രം അങ്ങ് ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ സൗണ്ട് ചെയ്യാതിരിക്കുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ബേസിക് ആവശ്യം ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് പറയേണ്ടത് പറയണം, പക്ഷെ നമ്മളൊരു സൈഡിലോട്ട് മാറി നിന്ന് നമ്മൾ അങ്ങ് ഒപ്പോസിഷൻ ആവുന്നതെന്ന് അവരെ കാണിക്കാതെ ന്യൂട്രലായിട്ട് പറയാൻ നിങ്ങൾ ശ്രമിക്കണം. അതായത് നിങ്ങളുടെ പേപ്പർ അരിച്ചു പറക്കിയാലും നിങ്ങളുടെ പാർട്ടി, നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസങ്ങളൊന്നും അവിടെ കിട്ടരുത്. പക്ഷേ നിങ്ങൾ ശരിക്കും കണ്ടന്റ് അറിയാവുന്നവരാണ്, അപ്ഡേറ്റഡ് ആണ്, കാര്യങ്ങളെ പറ്റി ബോധമുള്ളവരാണ്. ആൻഡ് യു ഷുഡ് അപ്പിയർ എസ് ന്യൂട്രൽ. നിങ്ങൾ ടോളറൻ്റ് ആണ് എന്ന് അവർക്ക് തോന്നണം. ആ രീതിയിൽ വേണം നിങ്ങൾ ആ ഒരു എസ്സേ എഴുതാനായിട്ട്. സോ നമുക്കിനി കുറച്ച് കാര്യങ്ങൾ കെയർഫുള്ളി എഴുതേണ്ടി വരും. അത് നിങ്ങളുടെ ആ ഒരു കയ്യൊതുക്കം ഒക്കെ ഡിറ്റർമൈൻ ചെയ്തിരിക്കും. കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറയാം. ഇന്ത്യ ഹാഡ് എ വെരി ഗുഡ് ഇമേജ് ഇന്റർനാഷണലി ആസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഡെമോക്രസി. ഓഫ് കോഴ്സ് ഇത് വരണം. ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര ഒരു ഇന്റർനാഷണൽ, അന്താരാഷ്ട്ര ഒരു ഇമേജ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദ കൺട്രി ഓഫ് ടോളറൻസ്. നോക്കിയേ, ലാർജസ്റ്റ് ഡെമോക്രസി മാത്രമല്ല, ലാർജസ്റ്റ് ഡെമോക്രസി ആൻഡ് വാട്ട് ദ കൺട്രി ഓഫ് ടോളറൻസ്, സഹിഷ്ണുതയുടെ, ശരിക്കും നമ്മൾ ആ ഒരു പരമകാഷ്ഠയായിട്ടൊക്കെ നമ്മൾ ഇന്ത്യയെ പറഞ്ഞ സമയങ്ങളുണ്ടായിരുന്നു. ഇന്ത്യ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഡെമോക്രസീസ് പ്ലസ് ആൻഡ് ദി കൺട്രി ഓഫ് വാട്ട്, ടോളറൻസ്, സഹിഷ്ണുതയുടെ രാജ്യമെന്ന് നമ്മളെ വിശേഷിപ്പിച്ച കാലമുണ്ടായിരുന്നു. സെഡ് ക്രിസ്റ്റഫർ ജാഫ്രിലെറ്റ്, ദ ഓതർ ഓഫ് 2021 ബുക്ക് മോദീസ് ഇന്ത്യ, ഹിന്ദു നാഷണലിസം ആൻഡ് ദി റൈസ് ഓഫ് എത്നിക് ഡെമോക്രസി. അപ്പം ഹിന്ദു രാഷ്ട്രത്തിന്റെ ആ ഒരു തുടക്കത്തെ പറ്റിയുള്ള ഒരു ബുക്കാണ് 2021 ക്രിസ്റ്റഫർ എഴുതിയ മോദീസ് ഇന്ത്യ, മോദിയുടെ രാജ്യം, ഹിന്ദു നാഷണലിസം ആൻഡ് ദ റൈസ് ഓഫ് എത്നിക് ഡെമോക്രസി എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നുണ്ട്. പാസ്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ ടോളറൻ്റ് ആയിരുന്നു. നൗ ഗ്രാജുവലി, ആ ബുക്കിൽ തന്നെ എടുത്താണ് എഴുതിയേക്കുന്നത്, നൗ ഗ്രാജുവലി ദിസ് ഇമേജ് ഈസ് ഗെറ്റിംഗ് ഇറോഡഡ് ഇൻ ദി US ആൻഡ് യൂറോപ്പ്. US-ലും യൂറോപ്പിലും ഒക്കെ നമ്മുടെ ആ ഒരു ടോളറൻസ് എന്ന് പറയുന്ന ആ ഒരു ഇമേജ് എന്ത് ചെയ്തു, ടാൻ ആയി തുടങ്ങി, മങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, കീപ് ദിസ് ഇൻ മൈൻഡ്. സമയം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര കയ്യൊതുക്കം ഉണ്ടെങ്കിൽ മാത്രം എഴുതുക. ഹിന്ദു നാഷണലിസം ഓർ ഹിന്ദുത്വ, ഇത് നമ്മുടെ ഒരു പുതിയ അജണ്ടയാണ്. നമ്മളൊരു ഹിന്ദു രാഷ്ട്രമാവാനുള്ള ശ്രമത്തിലാണ്. ഒരു ഹിന്ദുത്വ അജണ്ടയാണ്. നമ്മൾ ഈവൻ ദി നെയിം ചേഞ്ചിങ്, യു ക്യാൻ ആഡ് ദാറ്റ്. ആ ഒരു ഇന്ത്യ എന്ന പേരിൽ നിന്ന് ഭാരത് എന്ന പേരിലോട്ട് നമ്മൾ മാറുന്നതിൽ വരെ ആ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. So, Hindu nationalism or Hindutva is a very monolithic and exclusionary political ideology that relies on a vision of Hindu identity as being North Indian, upper caste and patriarchal. ഓക്കെ, ഇത് നിങ്ങൾക്ക് പലയിടത്തും യൂസ് ചെയ്യാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതായത് ഒരു ഹിന്ദു ഐഡിയോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രാഷ്ട്രമായിട്ട് നമ്മൾ അതൊരു ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. ഭയങ്കര ബയസ്ഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഈ കോൺസെപ്റ്റിലെ ഹിന്ദു എന്ന് പറയുന്നത്, ഈ ഒരു കോൺസെപ്റ്റിലെ ഹിന്ദു ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിലോ കർണാടകത്തിലോ ഉള്ള ഹിന്ദുസിനെ അല്ല അവർ പറയുന്നത്. അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരെ ഫ്രണ്ടിലോട്ട് വെക്കുന്ന ഹിന്ദു ഐഡന്റിറ്റി എങ്ങനെയുള്ളതാണ്? നോർത്ത് ഇന്ത്യൻ ആയിരിക്കണം. അവരാണ് ഫസ്റ്റ് ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. അവർ ഡിമാൻഡ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ ആവണം. ആൻഡ് അപ്പർ കാസ്റ്റ്, ലോവർ കാസ്റ്റ് ഹിന്ദുസിന് അവിടെ സ്ഥാനമില്ല. അപ്പർ കാസ്റ്റ് ഹിന്ദു ആയിരിക്കണം. ആൻഡ് പാട്രിയാർക്കൽ, ആ റിലീജിയസ് ആയിട്ടുള്ള ആ പഴയ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ള ആ ഒരു ഹിന്ദു ഇമേജ് ആണ് ഇന്ത്യൻ പൗരന് പകരം അവർ വെക്കുന്നത്. ഒരു ഹിന്ദു രാഷ്ട്രം വരുന്നതിനെ പറ്റി സംസാരിക്കുന്നു. സെഡ് നിഖിൽ ആൻഡ് അഡ്വക്കസി ഡയറക്ടർ ഓഫ് ഹിന്ദുസ്, അത് എവിടത്തുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു US ബേസ്ഡ്. അപ്പോൾ US-ലൊക്കെ ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് മാറി തുടങ്ങി. ഇൻ ദിസ് വേർഷൻ ഓഫ് ഇന്ത്യ ഹി സെഡ് മൈനോറിറ്റീസ് ആർ സൈഡ് ലൈൻ. ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയിലെ മൈനോറിറ്റീസിനെല്ലാം നമ്മളിങ്ങനെ ഒരു സൈഡിലോട്ട് പാർശ്വവൽക്കരിച്ച് വെച്ചിരിക്കുകയാണ്. ആൻഡ് നോട്ട് അലോഡഡ് ദി സെയിം സ്റ്റാറ്റസ് ഓഫ് സിറ്റിസൺസ്. സാധാ ഒരു പൗരന്റെ സെയിം ഒരു ഇതൊന്നും നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ല. അപ്പം മൈനോറിറ്റികൾക്ക് ജീവിക്കാൻ ഭയമുള്ളൊരു രാജ്യമായിട്ട് ഇന്ത്യ മാറുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു ഐഡിയൽ സിറ്റിസന്റെ ആ ഒരു ഇമേജിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, ഒരു വലിയ വിഭാഗം എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു വെക്കുന്നു. ദെൻ
Within months of that election win, the government stripped Jammu and Kashmir. ലാസ്റ്റ് ഇലക്ഷൻ വിൻ ആണ്, ഇപ്പം കഴിഞ്ഞല്ല, അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷൻ വിൻ കഴിഞ്ഞപ്പോഴത്തേക്കിന് ജമ്മു കാശ്മീരിൻ്റെ ആ പ്രത്യേക പദവികൾ റദ്ദാക്കുന്നു. എന്താണ് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേകത? ദ ഓൺലി മുസ്ലിം മെജോറിറ്റി സ്റ്റേറ്റ്. ഇന്ത്യയിൽ മുസ്ലിം, അതായത് കമ്മ്യൂണിറ്റിയിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന സ്ഥലമാണ്, മുസ്ലിം മെജോറിറ്റി ഉള്ള സ്ഥലമാണ് ജമ്മു ആൻഡ് കാശ്മീർ. സോ ജമ്മു ആൻഡ് കാശ്മീരിന് അഗനിസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ വരുന്നു. അതിൻ്റെ സെമി ഓട്ടോണമസ് സ്റ്റാറ്റസ് എടുത്തു കളയുന്നു. ഡിപ്ലോയിങ് thousands of troops and making it easier for Hindu settlers to move there. സോ അങ്ങോട്ട് നമ്മുടെ ഹിന്ദു ആൾക്കാർക്ക് കയറി താമസിക്കാൻ പറ്റുന്നു. വേർ ഇൻ വാട്ട് ക്രിറ്റിക്സ് സോ ആസ് ആൻ അറ്റംപ്റ്റ് ടു ഡൈല്യൂട്ട് ദ മുസ്ലിം പോപ്പുലേഷൻ. മുസ്ലിം പോപ്പുലേഷനെ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്, അതിൻ്റെ എണ്ണം കുറയ്ക്കാനും അതിൻ്റെ തീവ്രത കുറയ്ക്കാനും വേണ്ടിയാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും ഹിന്ദു സെറ്റിലേഴ്സിന് അവിടെ താമസിക്കാൻ അധികാരം കൊടുക്കുന്നതും എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾ എഴുതണ്ട. യു ക്യാൻ കോട്ട് ദി ജമ്മു കാശ്മീർ ഇഷ്യൂ ആൻഡ് ഹൗ വി ഡിപ്ലോയിഡ് ദെയർ സെമി ഓട്ടോണമസ് സ്റ്റേറ്റസ്. അത്ര എഴുതിയാൽ മതിയാവും. അപ്പം നമ്മൾ ആരെയും വിഷമിപ്പിക്കാതെ നമുക്ക് വേണ്ട കണ്ടന്റ് പറഞ്ഞു പോയി. ആൻഡ് യു ക്യാൻ ഓൾസോ റൈറ്റ് നൗ എ ഡേയ്സ് ദ റൂളിംഗ് പാർട്ടി ruling party put forward an Hindutva agenda which finds ideal Hindu as North Indian, upper caste and patriarchal, which is against the sentiments of minority. തീർന്നു. 2 സെന്റൻസിൽ നമ്മൾ കാര്യം ഒതുക്കി. അനാവശ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നില്ല. അനാവശ്യമായിട്ടുള്ള കോൺഫ്ലിക്ട്സിനോ അനാവശ്യമായിട്ട് ആരുടെയെങ്കിലും സെന്റിമെന്റ്സ് വയലേറ്റ് ചെയ്യാനോ നമ്മൾ പോകാതെ തന്നെ നമുക്ക് എസ്സേയിൽ അത് എഴുതാൻ പറ്റി. സോ യു ക്യാൻ റൈറ്റ് ഇൻ സച്ച് എ വേ. In the northeastern state of Assam, nearly 2 million people were left off a list of citizens in the crackdown on illegal immigration that critics said targeted Muslims, rendering them stateless. അവരെ പാർപ്പിടമില്ലാത്തവരാക്കി മാറ്റാൻ വേണ്ടിയാണ് ആസാമിൽ 2 മില്യൺ പീപ്പിളിനെ ആ ഒരു സിറ്റിസൺസിൻ്റെ പൗരന്മാരുടെ എല്ലാ അവകാശങ്ങളും എടുത്തു കളഞ്ഞ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. യു ക്യാൻ ആഡ് ഇഫ് നിങ്ങൾക്ക് ഇത് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ ആ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സകല കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. Nationally, Muslims were also excluded from an amendment to Indian law that provided a pathway to citizenship. നിങ്ങൾക്കറിയാലോ പൗരാവകാശ നിയമത്തെ പറ്റിയൊക്കെ യു ക്യാൻ റൈറ്റ്. നമ്മൾ അതിനെപ്പറ്റിയും ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മൾ എസ്സേകളിൽ സംസാരിച്ചിട്ടുള്ളതാണ്. യൂണിഫോം സിവിൽ കോഡിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യങ്ങളും അതൊക്കെ ടോളറൻസും എല്ലാം നിങ്ങൾക്ക് ആഡ്. നിങ്ങൾ പഠിച്ച എനിക്ക് തോന്നുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 7-8 എസ്സേയിലെ പോയിന്റ്സ് യു ക്യാൻ ആഡ് ഹിയർ. സോ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ബേസിക്കലി നിങ്ങൾ ആ ഒരു മൈനോറിറ്റീസ് ഇന്ത്യയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റി എഴുതുക തന്നെ വേണം. ഞാനൊരു ഹിന്ദുത്വ അജണ്ടയെ പറ്റി എഴുതണം. അതുപോലെ തന്നെ ലാംഗ്വേജ് ഇമ്പോസ് ചെയ്യാനുള്ള ശ്രമത്തെ പറ്റി എഴുതണം. നോർത്ത് ആൻഡ് സൗത്ത് ഡിവൈഡിനെ പറ്റി എഴുതണം. നമ്മൾ ഒരിക്കലും ടോളറൻ്റ് അല്ല. ഇപ്പം ആക്ച്വലി നോർത്ത് ഇന്ത്യൻസ് നമ്മളെ മദ്രാസികളായിട്ടും നമ്മൾ അവരെ ബംഗാളികളുമായിട്ടും കാണുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ യു ക്യാൻ റൈറ്റ്. നമ്മളിപ്പം എന്തുമാത്രം പുറത്തോട്ട് പോയി പഠിക്കുന്നുണ്ട്, എന്തുമാത്രം ഇൻ്റർമിങ്കിൾഡ് ആയിട്ടുള്ള കൾച്ചേഴ്സ് ഉണ്ടെങ്കിലും ഇൻസൈഡ് നമുക്കുള്ള ആ ഒരു പ്രശ്നങ്ങൾ, ആ ഒരു കോൺഫ്ലിക്റ്റുകൾ, ആ ഒരു ടോളറൻസ് ഇല്ലായ്മ, അതിനെപ്പറ്റിയൊക്കെ യു ഷുഡ് റൈറ്റ്. ഓക്കെ, നിങ്ങൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റിയൊക്കെ എഴുതണം. ദെൻ വാട്ട് എൽസ്, എന്തൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം? ബീഫ് ഇഷ്യൂവിനെ പറ്റി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഫൂഡിൻ്റെ അകത്ത് ടോളറൻസ് കാണിക്കണ്ടേ? നമ്മൾ മറ്റൊരാളുടെ ഇഷ്ടമുള്ള ആഹാരം മറ്റൊരാൾക്ക് കഴിക്കാൻ നമ്മളൊരു അവകാശം ഉണ്ടാക്കണ്ടേ? സോ അല്ലെങ്കിൽ ബീഫ് കഴിച്ചു, നമ്മൾ മോബ് ലിഞ്ചിങ് എന്ന് പറഞ്ഞൊരു എസ്സേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കൗ വിർജിനലിസം ഒക്കെ എന്താണ് എന്നൊക്കെ പ്രോപ്പറായിട്ട് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. സോ അത് കണ്ടിട്ട് ആ ബീഫ് ഇഷ്യൂ യു ക്യാൻ ആഡ്. ദെൻ പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കിയ സമയത്ത് ആൻഡ് അതിൻ്റെ ആ ഒരു ഇനോഗ്രേഷൻ സെറിമണിയിൽ കൂടുതൽ ഹിന്ദു ആയിട്ടുള്ള റിച്വൽസ് ആണ് ഫോളോ ചെയ്തത്. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള, അത് നമ്മളൊരു എഡിറ്റോറിയലിൽ ഡിസ്കസ് ചെയ്തതാണ്. തമിഴ്നാടിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പവർ ചിഹ്നങ്ങളാണ്, അതായത് അധികാര സൈൻസ് ആണ് യൂസ് ചെയ്തത്. യു ഷുഡ് റൈറ്റ് അബൌട്ട് ദാറ്റ് ഓൾസോ. അപ്പോൾ അത് എന്നൊക്കെ പറയുന്നത് നമ്മളൊരു സ്റ്റേറ്റ് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരിടത്ത് മാത്രം ഇങ്ങനെ പഞ്ച് ചെയ്യുന്നത് ഈസ് നോട്ട് ഗുഡ് അറ്റ് ആൾ. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ എഴുതണം. ദെൻ യു ഷുഡ് റൈറ്റ് അബൌട്ട് റാം മന്ദിർ, കേസസ് ലൈക്ക് റാം മന്ദിർ ആൻഡ് ഓൾ ദാറ്റ്. അപ്പം നമ്മൾ ജുഡീഷ്യറി ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞൊരു എസ്സേ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. യു ക്യാൻ യൂസ് ഓൾ ദോസ് തിങ്സ്. ഞാൻ പറഞ്ഞു തരുവാണ്. നമ്മളിപ്പോൾ ഒരു 20 എസ്സേ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറക്റ്റ് സമയത്ത് കറക്റ്റ് എടുത്ത് എന്ത് എഴുതണം എന്ന് തീരുമാനിക്കുന്ന നിങ്ങളാണ്. സോ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, നിങ്ങൾ ആ നോട്ട്സ് വായിച്ചുകൊണ്ടേ ഇരിക്കുക. അതാ ഞാൻ ഒന്നുകൂടെ പറയാൻ വന്നത് തന്നെ. ദെൻ ശബരിമല ഇഷ്യൂ, നമ്മുടെ
ഏറ്റവും ടോളറൻ്റ് ആണ്, ഏറ്റവും മതസൗഹാർദ്ദമുള്ള നാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശബരിമല ഇഷ്യൂവിൽ വിമൻ മെൻ ഒരു കോൺഫ്ലിക്റ്റ് വന്നു. നമ്മളവിടെ ടോളറൻസ് കാണിച്ചോ? നമ്മൾ ടോളറൻസ് കാണിച്ചില്ല. അസോസിയേറ്റ് ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. വനിതാ മതിലുണ്ടായി, ആക്ടിവിസം ഉണ്ടായി, അതിനെതിരെ ഭക്തി മതിലുകളുണ്ടായി, ഒരുപാട് ഇഷ്യൂസ് നടന്ന നാടാണ്. അപ്പം വിമന് എഗനിസ്റ്റും നമുക്ക് ടോളറൻസ് കാണിക്കാൻ പറ്റുന്നില്ല, വിമനോട് ടോളറൻസ് കാണിക്കാൻ പറ്റുന്നില്ല. സോ അത്തരത്തിലൊരു ജനറൽ ന്യൂട്രൽ, അതുപോലെ തന്നെ യു ക്യാൻ റൈറ്റ് അബൌട്ട് ക്യൂർ ഫ്രണ്ട്ലി. നമ്മൾ ഈ അടുത്ത എസ്സേ ഇത് തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ഈ LGBTQ+ ആൾക്കാരോട് നമ്മൾ ടോളറൻസ് ആണോ കാണിക്കുന്നത്? നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബിഗ് ബോസ് പോലുള്ള വലിയ ഷോയിലേക്ക് അവർ വന്നത് ഈ അടുത്തല്ലേ? നമ്മൾ എന്തുമാത്രം ഇൻക്ലൂസീവ് ആണ്, നമ്മൾ എന്തുമാത്രം ടോളറൻ്റ് ആണ്. ഹോണർ കില്ലിങ്സ് ഇവിടെ നടക്കുന്നില്ലേ? ദുരഭിമാന കൊലകൾ ഇവിടെ നടക്കുന്നില്ലേ? ദളിത് ഇഷ്യൂസ് ഇവിടെ നടക്കുന്നില്ലേ? മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? സോ ലൈക്ക് വൈസ് യു ക്യാൻ ആഡ് ഓൾ ദോസ് എലമെന്റ്സ് ആൻഡ് പാക്ക് യുവർ എസ്സേ ആൻഡ് ഗീവ് ഇറ്റ് ടു ദി HCA എക്സാമിനേഴ്സ് സോ ദാറ്റ് എന്താ അവർ ശരിക്കും പേപ്പർ വായിച്ചിട്ട് നിങ്ങൾക്ക്, ഞാൻ പറയട്ടെ, ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നതും നമ്മളൊരു ജോലിക്ക് കയറുന്നത് എന്ന് പറയുന്നതും ഒക്കെ വലിയ കാര്യങ്ങളാണ്. അതിനും അപ്പുറത്താണ് ഒരു വ്യക്തിത്വ വികസനം, പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ടാകുക, പല കാര്യങ്ങൾ ചിന്തിച്ച് തുടങ്ങുക, പലതും റിലേറ്റ് ചെയ്യുക, ഡെയിലി ലൈഫുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. സോ ഇത്തരത്തിലുള്ള കുറേ സ്കിൽസ് നമുക്ക് വേണം. ഈ സ്കില്ലുകളെല്ലാം എനിക്ക് ഉറപ്പാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് കോഴ്സിന് അവസാനത്തോടു കൂടി നിങ്ങളത് കുറച്ചുകൂടെ മേ ബി നിങ്ങൾ ഇതിലും നന്നായിട്ട് ലൈഫിനെ ഒബ്സർവ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ജേർണി നിങ്ങൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഇതിനെ കാണാൻ പഠിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. സോ അത്തരത്തിലുള്ള രീതിയിൽ വേണം നിങ്ങൾ എസ്സേ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ലാംഗ്വേജിൽ ടോളറൻസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ റൈറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ദെൻ കാശ്മീർ ഇഷ്യൂ, മണിപ്പൂർ ഇഷ്യൂ, കാസ്റ്റ്, ഓണർ കില്ലിങ്സ് ഇപ്പോഴും ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. ദെൻ ജനറൽ ആറ്റിറ്റ്യൂഡും. ഇനി വേറൊരു കാര്യം പറയട്ടെ, നമ്മളിപ്പം പൊളിറ്റിക്കൽ പാർട്ടിയെ ഒക്കെ പറ്റി പറഞ്ഞു, പക്ഷേ ഈവൻ ആ ഒരു ഇന്ത്യയിൽ നമ്മൾ പൊളിറ്റിക്കൽ ആ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഗ്ലോബൽ ലെവലിൽ നമ്മൾ ഈ ടീം ഡിസ്കസ് ചെയ്തു. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിൽ നമുക്ക് ടോളറൻസ് ഉണ്ടോ? നമ്മൾ ഈ അജിറ്റേറ്റഡ് ആവുന്ന കണ്ടീഷൻസ് ഇല്ലേ, നമ്മൾ ഒരു ടോളറൻ്റ് ആയിട്ടൊരു പ്രശ്നം നേരിടുന്ന കണ്ടീഷൻസ് ഉണ്ടോ? ജല്ലിക്കെട്ട് ഫിലിം യു ക്യാൻ റിമെമ്പർ, ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ടോളറൻസ് കയ്യിൽ നിന്ന് പോയിട്ട് അവർ ആനിമൽസിൻ്റെ ലൈക്ക് ബിഹേവ് ചെയ്യുകയാണ്. സോ നമുക്ക് ബേസിക്കലി നമുക്ക് ഇൻഡിവിജ്വലും ടോളറൻസ് വേണം. നമ്മുടെ ആയിട്ടുള്ള, അതായത് ലിവിങ് ആയിട്ടുള്ള നമ്മുടെ സഹവർത്തിത്വമുള്ള ജീവികളോട് നമുക്ക് പീസ്ഫുള്ളി പെരുമാറാൻ പഠിക്കണം. നമുക്ക് കൗൺസിലിങ്ങുകൾ കൊടുക്കാം. പിന്നെ ഒരു കുറച്ചുകൂടെ ഗ്ലോബൽ ലെവൽ, ഇപ്പോൾ ഗ്രാസ് റൂട്ട് ലെവൽ തൊട്ട് ഗ്ലോബൽ ലെവൽ വരെ നമുക്ക് ചേഞ്ച് ആവശ്യമുണ്ട്. ദെൻ ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നാഷണലി കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം. സിലബസിൽ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ കൊടുക്കണം. എല്ലാ റിലീജിയനെയും റെസ്പെക്റ്റ് ചെയ്യാനും എല്ലാ ഫിലോസഫീസും പഠിപ്പിക്കാനും എല്ലാ മതങ്ങളും പഠിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യണം. മതങ്ങൾ പ്രോപ്പറായിട്ട് അറിയാത്തതാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് എന്ന് പറയാറുണ്ട്. സോ അത്തരത്തിലൊക്കെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. കൗൺസിലിങ്സ് അറേഞ്ച് ചെയ്യാം. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ത്രെറ്റ് എന്താ? നമ്മളിങ്ങനെ വയസ്ഡായി തുടങ്ങിയാൽ കമ്മ്യൂണിറ്റീസ് തമ്മിൽ സ്പാർക്ക് വരികയും ഒരു കമ്മ്യൂണിറ്റി മറ്റൊരു കമ്മ്യൂണിറ്റിയെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. ടെററിസ്റ്റുകൾക്ക് ഇവിടെ പെട്ടെന്ന് ഇപ്പം ഓൾറെഡി ഒരു മുസ്ലിം വിരുദ്ധ വികാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മുസ്ലിം ബേസ്ഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സാധാ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവർക്ക് തോന്നും അവർ എക്സ്പ്ലോയിറ്റഡ് ആണ്, അവർക്ക് വാല്യൂ ഇല്ല, അവർക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ they can be easily manipulated. അത് ഏത് മതത്തിലും സംഭവിക്കാം. വെദർ ഇറ്റ് ഈസ് ഹിന്ദു റിലീജിയൻ, ഇപ്പം പാർട്ടീസ് ഹിന്ദുസ് ഒപ്രസ്ഡ് ആണെന്ന് കാണിച്ചതിൻ്റെ ഫലമാണ് പിൽക്കാലത്ത് ഇവർ ഡിമാൻഡ് ചെയ്യും. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് ഇഷ്യൂസ് അസോസിയേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. സോ ത്രെറ്റുകൾ എന്തൊക്കെയാണ് അസോസിയേറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ എസ്സേ ഒരു പോസിറ്റീവ് വേയിൽ നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഇത്രയും നാളും ടോളറൻസ് ബേസ് ചെയ്തിട്ടാണ് ജീവിച്ചത്, അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ടോളറൻസിൻ്റെ പാതയിൽ നിൽക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ലൈക്ക് വൈസ് ഒരു പോസിറ്റീവ് ആംഗിളിൽ നിർത്തണം. ദെൻ വേറൊരു കാര്യം, ടൈറ്റിൽ ചെയ്യുമ്പം ഇപ്പം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തതാണ് ഫെറോഷ്യസ് ഓർ ബെനവലന്റ് ലയൻസ്. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ, യു ക്യാൻ ഗൂഗിൾ ഇറ്റ്. ഇതിൽ ഫെറോഷ്യസ് അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ആ ഒരു പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ ആ അശോക സ്തംഭത്തിലെ സിംഹങ്ങളെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പം വലിയ ഡിബേറ്റ് നടന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെ ഭയങ്കര ഒരു കോൺട്രവേഴ്സി ആയത് ആ സിംഹങ്ങളുടെ കണ്ണുകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫെറോഷ്യസ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ ദേ ആർ നോട്ട് ടോളറൻറ്റ്.
പഴയ നമ്മുടെ അശോകസ്തംഭത്തിലെ സിംഹങ്ങൾ ഭയങ്കര ശാന്തതയുള്ള കണ്ണുകളോടിരുന്ന സിംഹങ്ങളാണ്. ബട്ട് ഇതിൽ ഭയങ്കര ഒരു ഫെറോഷ്യസ് ആയിട്ടുള്ള സിംഹങ്ങളാണ് ഇരുന്നത്. ആൻഡ് ദാറ്റ് ഷോസ് ആ ഒരു ബെനവലൻറ്റിൽ നിന്ന്, ആ ഒരു സൗഹാർദ്ദത്തിൽ നിന്ന് പെട്ടെന്ന് അതൊരു ഫെറോഷ്യസ് ആയപ്പം ഇറ്റ് ആക്ച്വലി റിഫ്ലക്റ്റഡ് ദി ജനറൽ മൈൻഡ് സെറ്റ് ഓഫ് ഇന്ത്യൻസിൻ്റെ ആ ഒരു ടോളറൻസ് താന്നുപോയതിനെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്തേ. അത്തരത്തിൽ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു. യു ക്യാൻ ക്രാഫ്റ്റ് എ ഗുഡ് ടൈറ്റിൽ യൂസിങ് ദാറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം, ഫെറോഷ്യസ് ഓർ ബെനവലൻ ലൈൻസ് അനലൈസിങ് ദി ടോളറൻസ് ഇൻ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. നല്ല സൂപ്പർ ടൈറ്റിലായിരിക്കും. സോ ലൈക്ക് വൈസ് നമ്മളിങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റും. സോ ലൈക്ക് വൈസ് യു ക്യാൻ ആഡ് വാട്ട് എവർ. അതുപോലെ തന്നെ ഹനുമാൻ എന്ന് പറയുന്ന ഡൈറ്റി ഇപ്പം ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് പലയിടത്തും പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, നോർത്ത് ഇന്ത്യയിൽ പലയിടത്തും കുട്ടികളുടെ പേരിൻ്റെ കൂടെ ഈ അസുരാസിൻ്റെ നെയിം ചേർത്തിടുന്ന ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി ഞാൻ കേട്ട ഒരു പേരാണ്, എന്തോ ഒരു കുട്ടിയുടെ പേരായി റിമെമ്പർ ദി ടെയിൽ പാർട്ട് ഞാൻ റിമെമ്പർ ചെയ്യുന്നുണ്ട്, രാവണ. അതുപോലെ തന്നെ കുരുക്ഷേത്ര, പല അത്തരത്തിൽ ഈ ഒരു ഒരു വില്ലൻസിൻ്റെ നെയിം അതിൻ്റെ അറ്റത്ത് ചേർക്കുന്നുണ്ട്. അതൊക്കെയും കാണിക്കുന്നത് ഇറ്റ്സ് ബേസിക്കലി ഗുഡ്, ഒന്നും ഇല്ലെന്ന് നമുക്ക് തോന്നും. ബട്ട് വാട്ട് ഈസ് ഇൻ ദി ഇന്റേണൽ പൊളിറ്റിക്സ് ഈസ് ആ ഒരു ടോളറൻസ് നമുക്ക് കുറഞ്ഞു വരുന്നത് തന്നെയാണ്. സോ ഫെറോഷ്യസ് ഓർ ബെനവലൻ ലയൺസ്, വെദർ ദി ലയൺ ഓഫ് സർനാഥ്, ലയൺ capital of Ashoka, where ferocious or benevolent, is one of the hottest political debates outside the parliament by parliamentarians and representatives of political parties in India. It has already split over to the international arenas. BBC carried the headline on July 12 that national emblem ferocious lions, status on new parliament raises eyebrows. BBC റിപ്പോർട്ട് ചെയ്ത ന്യൂസിൽ പറയുന്നുണ്ട്, പാർലമെന്റ് മന്ദിരത്തിൽ ലയൺസ് എന്ത് ചെയ്യുന്നുണ്ട്, പിരുകം പൊക്കുന്നുണ്ടെന്ന്, ഐബ്രോസ് റേസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് വിച്ച് ഷോസ് ദേ ആർ ഫെറോഷ്യസ് റാദർ ദാൻ ബീയിങ് വാട്ട്, ബെനവലൻറ്റ്. അപ്പോൾ അതൊക്കെ ഇന്ത്യയുടെ ആ ഒരു ജനറൽ ട്രെൻഡിനെ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ നോട്ട് ഓൺലി ഡസ് ഇറ്റ് റേസ് ഐബ്രോസ് ബട്ട് ദി ലയൺസ് ആർ ട്രെൻഡിങ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആണ്. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര പെട്ടെന്ന് ഷെയർ ചെയ്ത് പോകുന്നത്. ആസ് ഹിന്ദുത്വ ലയൻസ്, അവരെ നമ്മൾ വിളിച്ചത് തന്നെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ലയൻസ് എന്നാണ്. പീസ് ലവിങ് ലയൻസ് അല്ല. വിത്ത് ദെയർ ഫാങ്സ് ഇസ് അൺനെസസറിലി അഗ്രസീവ്. ഒരു കാര്യമില്ലാതെ അതിനെ അഗ്രസീവ് ആക്കി എന്ന് വരെ കമൻസ് വന്നിട്ടുണ്ട്. ദെൻ ന്യൂ ഇന്ത്യയുടെ ലയൻസ് ആണെന്ന് പറയുന്നുണ്ട്. സോ ആ ടോളറൻസ് ലെവൽ കുറഞ്ഞതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെ ഫ്യൂരിയസ് ഹനുമാൻ, ആഡിങ് സർനെയിംസ് ഓഫ് നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഫ്രം മഹാഭാരത ആൻഡ് ഓൾ ദാറ്റ് ഷോസ് എ ജനറൽ ട്രെൻഡ് ഓഫ് റെഡ്യൂസ്ഡ് ടോളറൻസ്. പിന്നെ ഏറ്റവും വലിയ ചോദ്യം ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്നത്, ഇത്രയും നമ്മൾ എങ്ങനെ 150 വേർഡ്സിൽ ഒതുക്കും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്ര ഐഡിയാസ് ആയിട്ട് പോയാലും എസ്സേ എഴുതുന്നതിന് മുൻപ് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരു പാരഗ്രാഫ് മാക്സിമം പോയിന്റ്സ് പോയിക്കോട്ടെ, നിങ്ങളുടെ എസ്സേ വലിച്ചുകാരി എഴുതാതെ പാക്ക് ചെയ്ത പോയിന്റ്സ് ആയിക്കോട്ടെ, സിമിലർ ആയിട്ടുള്ള പോയിന്റ്സിന് ഒരു പാരഗ്രാഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക, സിമിലർ ആയിട്ടുള്ള പോയിന്റ്സിന് അടുത്ത പാരഗ്രാഫായിട്ട് ക്രിയേറ്റ് ചെയ്യുക. അത്തരത്തിൽ കണ്ടന്റ് പാക്ഡ് ആയിട്ടുള്ള എസ്സേസ് ആയിരിക്കണം നിങ്ങൾ എഴുതുന്നത്. നമ്മുടെ എല്ലാ തരത്തിലുള്ള കേസുകളും സാധ്യതകളും ന്യൂസ് ഹെഡ്ലൈൻസും റെഫറൻസുകളും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യണം. നന്നായിട്ട് എസ്സേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യൂ. സോ എന്ത് ഡൗട്ടിനും തൊട്ടരികത്ത് തന്നെ ഉണ്ട്. നന്നായിട്ട് പഠിക്കൂ. ഓക്കെ, താങ്ക് യു.